നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ അന്യോന്യം ഇന്ന് രണ്ടാം ദിനത്തിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി, സഹകരണ ബാങ്കുകൾ കരിദിനം ആചരിച്ചു. കോട്ടോൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മരംമുറി, ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക്. സാമ്പത്തിക പ്രശ്നം, സ്ഥിതി സങ്കീർണമെന്ന് പാവപ്പെട്ട നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കടവല്ലൂർ അന്യോന്യം ഇന്ന് രണ്ടാം ദിനത്തിലേക്ക്. കടവല്ലൂർ അന്യോന്യം രണ്ടാം ദിനത്തിലേക്ക്. ലോകപ്രശസ്തമായ കടവല്ലൂർ അന്യോന്യം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. രണ്ടാം ദിവസമായ ഇന്നത്തെ പ്രധാന പരിപാടി നൃത്താരാധനയായിരുന്നു. കലാമണ്ഡലം ക്ഷേമാവതിയാണ് നൃത്താരാധന ഉദ്ഘാടനം ചെയ്തത്. വിവിധ തരത്തിലുള്ള നൃത്യങ്ങളാൽ വേദിയെ സമ്പന്നമാക്കി. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 6:30 അന്യോന്യം വാരമിരിക്കൽ ചടങ്ങ് നടന്നു. ശേഷം ശീവേലിയും ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി, സഹകരണ ബാങ്കുകൾ കരിദിനം ആചരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി, സഹകരണ ബാങ്കുകൾ കരിദിനം ആചരിച്ചു. സഹകരണ ബാങ്കുകളിലൂടെ നോട്ടിന്റെ ക്രയവിക്രയം നടത്താൻ അനുവദിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സഹകരണ ബാങ്കുകൾ അടച്ചുപൂട്ടി കരിദിനം ആചരിച്ചു. സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ സഹായകരമായിരുന്നു സഹകരണ ബാങ്കുകൾ. കോട്ടോൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മരമുറി, ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിലേക്ക്. കോട്ടോൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മരമുറി, ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക്. കോട്ടോൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, തുടർ അന്വേഷണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സമിതി പ്രക്ഷോഭത്തിനിറങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, സ്ഥിതി സങ്കീർണമെന്ന് പാവപ്പെട്ട നാട്ടുകാർ. സാമ്പത്തിക പ്രശ്നം, സ്ഥിതി സങ്കീർണമെന്ന് പാവപ്പെട്ട നാട്ടുകാർ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയം പാവപ്പെട്ടവരായ ജനങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി സങ്കീർണമാക്കിയെന്ന് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നൈസ് ടിവിയോട് പറഞ്ഞു. ടൂറിസ്റ്റുകളായിട്ടുള്ള ഓട്ടങ്ങളൊന്നുമില്ല, ഒക്കെ നിർത്തി വെച്ചിട്ട് പൈസ ഇല്ലാത്ത കാരണം കടം ചിലവർ 500-ന് 1000-ന് നോട്ടാതെ തരുന്നു. ചില പമ്പുകൾ എടുക്കുന്നുണ്ട്, ഇപ്പോ അതിലടക്കി എടുക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ രാവിലെ വന്നാ മാക്സിമം ഒരു ഓടിയിട്ട് 10-20 ഓടിയിട്ടുള്ളൂ വരെയായിട്ട്. സർക്കാരിന് മോദിക്ക് അപ്പതിൻ്റെ ഇത് 500-ന്റെ ആദ്യം ഇറക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാനും പൈസയിൽ 2000 ആമേനെ കിട്ടിയാൽ മതിരിയാണ്, കുറുക്കിട്ടയിൽ ആമേനെ കിട്ടിയാൽ മതിരിയാണ്. 2000 പോയിട്ട് അങ്ങോട്ട് തിരിച്ചു മറിച്ചുമ്പോൾ ഒരു പേടിയിൽ പോയിട്ട് വെച്ചെങ്കിൽ കാശ് മാർക്ക് കിട്ടില്ല. 2000 പോയിട്ട് നമുക്ക് 1800 രൂപ, 1500 രൂപ, 1600 രൂപ സാധനങ്ങൾ മേടിക്കണം. സാധാരണ നമ്മളൊക്കെ എങ്ങനെ മേടിക്കുക? 1600 രൂപ സാധനങ്ങളൊക്കെ എന്താ മേടിക്കാനുള്ളത്? ഒരു പച്ചക്കറി കടയിൽ പോയി 2000 രൂപ ഞങ്ങൾക്കിവിടെ ഓട്ടത്തിനവധി ഈ പരിപാടി തുടങ്ങിയതിന് ഇപ്പോൾ ഇതുവരെ ഒരു 500 രൂപയ്ക്ക് ഓടുന്നെങ്കിൽ ഒരു 200 രൂപയ്ക്ക് ഓടിക്കുക. വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതെന്നും മാറുന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം ടി വിയിലും എന്തിലും നോക്കിയാലും ആൾക്കാർക്ക് ആകെ ബുദ്ധിമുട്ട്. അത് വലിയൊരു വിഷമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കച്ചവടക്കാർക്കും അതെ, കടയിൽ പോയില്ല നമ്മൾ ഒരു 500 രൂപ ഇട്ട് പോയി മാറ്റി തരുന്നില്ല. പെട്രോൾ പമ്പിൽ പോയി 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. പക്ഷേ ഗവൺമെൻറ് പറയേണ്ടത് ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷേ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം അത്ര പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഈ നോട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം കടകളിലൊക്കെ ശരിക്കും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കടകളെ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളെ ബാധിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം നല്ല രീതിയിൽ ജനങ്ങളും നല്ല രീതിയിൽ ആദ്യമൊക്കെ ഈ നോട്ട് പിൻവലിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് കാണുന്നത് ജനം പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ്. സർക്കാർ വേണ്ടത്ര മുൻകരുതലെടുത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കടകളെല്ലാം നിരത്തുകളെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങുന്നത്. ബാങ്കിൽ എന്നാലും പൈസ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചും ഈ നിരക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ കടകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കടകൾ അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്തതും കയ്യിലുള്ള പണം വിനിമയം ചെയ്യാൻ പറ്റാത്തതും നാട്ടുകാരല്ലാത്തതിനാൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ കടം കിട്ടാത്തതും വലിയ പ്രതിസന്ധിയാണെന്ന് അന്യസംസ്ഥാനക്കാർ പറഞ്ഞു. 14 तारीख तक बैठा है, पैसा नहीं है, खाने का सामान भी नहीं है। हम लोग का गांव का प्रॉब्लम है, गांव में पैसा छोड़ने का है। हम लोग का मुल्क से इधर आया है काम के लिए. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
കുന്നംകുളത്ത് നിന്നും 1 കിലോമീറ്റർ അകലെ കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസ് സമീപം എൻസ് വീൽ വേൾഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ടയറുകളുടെ സുരക്ഷ ഉറപ്പാക്കൂ ജീവന്റെയും. അതിനൂതന സാങ്കേതിക വിദ്യയുടെ അകമ്പടി കൊണ്ടും ടയർ സംരക്ഷണ മേഖലയിൽ തനതു മുദ്ര പതിപ്പിച്ച പ്രഗത്ഭരുടെ സേവനം കൊണ്ടും എൻസ് വീൽ വേൾഡ് ഞങ്ങളുടെ വിശിഷ്ട സേവനം നമ്മുടെ സ്വന്തം കുന്നംകുളത്ത് നിങ്ങൾക്കായി ലഭ്യമാക്കുന്നു. നിങ്ങളുടെ വാഹനത്തിന് ലോകോത്തരവും മികവുറ്റതുമായ സേവനം ഉറപ്പു നൽകിക്കൊണ്ട് ഒക്ടോബർ 21-ാം തീയതി മുതൽ കാണിപ്പയ്യൂർ മാരുതി സുസുക്കി ഷോറൂമിന് സമീപം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ടയറുകളും ലഭ്യമാണ്. ട്രാവലർ അലൈൻമെന്റ് ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളുടെ മറ്റ് പ്രത്യേകതകൾ കമ്പ്യൂട്ടറൈസ്ഡ് 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ഓട്ടോമാറ്റിക് ടയർ ചേഞ്ചിങ്, ടയർ സേൽസ്, നൈട്രജൻ ആൻഡ് ട്യൂബ്. എൻസ് വീൽ വേൾഡ് നിയർ മാരുതി സുസുക്കി ഷോറൂം, തൃശൂർ റോഡ്, കാണിപ്പയ്യൂർ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. വാർത്തകൾ തുടരുന്നു. നൈസ് ടിവിയുടെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടക്കുന്ന നറുക്കെടുപ്പിന്റെ 2ാം ഘട്ടം നവംബർ 17 വ്യാഴാഴ്ച 5 മണിക്ക് നൈസ് ടി വി ഓഫീസിൽ വെച്ച് നടക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരാണ് നറുക്കെടുക്കുന്നത്. ആദ്യഘട്ട നറുക്കെടുപ്പിൽ സമ്മാനാർഹരായ വ്യക്തികൾ സമ്മാനം ഏറ്റുവാങ്ങാനുണ്ടെങ്കിൽ നവംബർ 17 വ്യാഴാഴ്ച 5 മണിക്കുള്ളിൽ കൂപ്പണുകൾ സഹിതം നൈസ് ടി വി ഓഫീസിലെത്തി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.